ഗുഡ് ആഫ്റ്റർനൂൺ. ഭയങ്കര വെയിലുള്ളൊരു ദിവസമാണ്. പുറത്ത് പൊള്ളുന്ന വെയിലുണ്ട്. അവിടെ ഒരാൾ കുഞ്ഞൊക്കെ കാണുന്നുണ്ടോ? അതൊരാൾ വണ്ടി കഴുകുന്ന സംഭവമാണ് കാണുന്നത്. ഭയങ്കര ഡെഡിക്കേഷനായിട്ട് സ്വന്തം വണ്ടി തേച്ചൊരച്ച് കഴുകുന്നൊരു സീനാണ് കാണുന്നത്. വളരെ റെയറായിട്ട് നമുക്ക് കാണാൻ കിട്ടുന്നൊരു സംഭവമാണ്. വേറൊരാൾ മേലോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. കാരണം അവൻ്റെ അച്ഛൻ മേലെ പോയിരിക്കുക എന്തോ സാധനം എടുക്കാനോ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം വരുന്നവരെ ഇങ്ങനെ തന്നെ ഇരിക്കും. വേറൊരാൾ ഇവിടെ ഉണ്ട്. അല്ല, എന്താ ചെയ്യുന്നത് നമുക്ക് ചോദിക്കാം. അമ്മോയ്, ഇന്നെന്താണ് പരിപാടി? നമ്മൾ ലഞ്ചിന് എന്തെങ്കിലും സ്പെഷ്യലോ? ഡാലോ? ഓക്കെ. ആഹാ, കാണാൻ തന്നെ എന്തൊരു കളർഫുൾ. ഇതെന്താ വട്ട സാധനം? തക്കാളിയാണോ? ആ, നല്ല ഭംഗിയുണ്ട്. എന്താണ് ദാൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആണോ അതോ സാധാരണ ഡാലാണോ? കുറച്ച് വ്യത്യാസമായിട്ടാക്കാമെന്ന് വിചാരിച്ചു. അത് ശരി. എന്താണ് വ്യത്യാസം? എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ സാധാരണ പോലെ അല്ല ഉണ്ടാക്കുന്നത്. സ്വന്തം ട്രയലാണോ അതോ ഒന്നുമില്ല, സ്വന്തം എക്സ്പെരിമെന്റ്? സ്വന്തം ഇഷ്ടമനുസരിച്ച് സ്വന്തം തോന്നുന്ന പോലെ ഉണ്ടാക്കുകയാണ്. എന്താണ് ഇതുവരെ തോന്നാറ് ചെയ്തത്? പരിപ്പ്, തുവരപ്പരിപ്പ് നമുക്ക് ഇഷ്ടമുള്ള അളവ് എടുത്തു. ഓക്കെ. അളവുകളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാട്ടോ. അതിൽ 3-4 പരിപ്പ് നമ്മുടെ ഇഷ്ടത്തിന് എടുത്തു, കുറച്ച് എല്ലാവർക്കും മതിയാവുന്ന വിധത്തിൽ. അതിലൊരു 3-4 തക്കാളി മുറിച്ചിട്ടു, ഒരു വലിയൊരു ഉള്ളി അതിനകത്ത് മുറിച്ചിട്ടു, 1-2 പച്ചമുളക് അതിലേക്ക് മുറിച്ചിട്ടു. അതെല്ലാം കൂടി അടുപ്പത്ത് വെച്ച് കുക്കറിൽ വെച്ച് ഒരു 5-6 വിസിലങ്ങോട്ട് അടുപ്പിച്ചപ്പം ഇത് കണ്ടോ, ഇതുപോലെ വെന്തങ്ങോട്ട് പായസം. ഇതിൽ കഷ്ണങ്ങൾ എവിടെയും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇത് ഡാൽ എന്ന് പറയുമ്പോൾ കുറച്ച് വെള്ളമായിട്ടായിട്ടുണ്ടാവും കേട്ടോ, കൊഴുത്തിട്ടല്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇതിവിടെ വെക്കും. ഇനി ഇതിലേക്ക് വറവ് ആക്കലാണ് അടുത്ത പണി. ഇതിനെന്ത് തക്കാളി ഉള്ളിയും പച്ചമുളകും പരിപ്പും കൂടി ഒരുമിച്ച് ഒറ്റ വേവിക്കൽ. ഓക്കെ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വറവിടുകയാണ്. എന്താണ് വറവിടാൻ ചിന്തിക്കുന്നത്? വെളിച്ചെണ്ണ കുറച്ചുണ്ട്. നമ്മൾ തവ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് വെളിച്ചെണ്ണ കുറച്ച് നല്ലോണം ഒഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ് ആയതുകൊണ്ടില്ലേ, അതിൽ വെളിച്ചെണ്ണയൊന്നും അല്ല വേണ്ടത്. ശരി, ഞാൻ പാലിച്ചുള്ളൂ. അപ്പം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമ്മളുടേതായ ഒരു മണം വരും, കേരള സ്റ്റൈൽ. ഇത് കേരള സ്റ്റൈൽ ഡാലാണ്, പക്ഷേ അതുകൊണ്ട് കുറച്ച് നല്ലോണം നമ്മൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ കടുവല്ല വറവിടുന്നത്, നമ്മൾ ജീരകമാണ് വറവിടുന്നത്. അങ്ങനെയാണ് നോർത്ത് ഇന്ത്യക്കാർ ജീരകമാണ് അധികം യൂസ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ അവരെ അനുകരിച്ചുകൊണ്ട് സൗത്ത് ഇന്ത്യൻ വെളിച്ചെണ്ണയും നോർത്ത് ഇന്ത്യൻ ജീരകം, അതാ പറഞ്ഞത്, നമ്മുടെ സ്വന്തം സ്റ്റൈലാണ്, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ് ടോട്ടലായിട്ട്. ജീരകം എന്താവും എന്നുള്ളത് നോക്കണം. ചെറിയ ജീരകം എന്ന് പറയും, അതാണ് നമ്മുടെ ഈ ചെറിയതേ ഉള്ളൂ. ആ പടം ഈ ജീരകം എടുക്കുക, ഇതിനകത്തേക്ക് ഒരു ക്ഷാമമില്ലാണ്ട് നമുക്ക് വാരി അങ്ങോട്ട് വിതറുക. ഇതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. കുറച്ച് സിമ്മാക്കി വെക്കാം. കരിഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് ചേർക്കണം, പക്ഷേ നമ്മൾ ചുമച്ച് പോകുന്നതുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല. നമ്മുടെ ഇതിനകത്തേക്ക് കുറച്ച് ഗരം മസാല, ഈ ഡാലിനൊരു മണത്തിന് വേണ്ടി ചേർത്തു. അപ്പോൾ ഒരു മിനിറ്റ് പോരാ കേട്ടോ. ഇത് കായാണ്, കായം. ഇതൊക്കെ എൻ്റെ സ്വന്തം പരീക്ഷണമാണ് കേട്ടോ. കായൊക്കെ ചേർക്കുമെന്ന് ആർക്കും അറിയില്ല, പക്ഷേ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി അവസാന ലേശം മുളക് പൊടിയും കൂടി ഇതിനകത്ത് ചേർക്കലും ഓഫാക്കലും. സ്റ്റവ് ഓഫ് ചെയ്തു. ഈ സാധനം ഇതിനകത്തോട്ട് വെച്ചു. നല്ല മണം വരുന്നുണ്ട്. എന്താ അടിപൊളി മണം വരുന്നുണ്ട്. വായിൽ വെള്ളം വരുന്നുണ്ട്. ഡാലിന് കുറച്ച് വെള്ളം വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം കഴുകി അങ്ങോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ക്ഷാമല്ലാണ്ട് വെള്ളം ഇഷ്ടം പോലെ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ജീര റൈസ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനാണ് ഇത്. കണ്ടോ വെള്ളം കണ്ടോ, പിന്നെയും നമ്മൾ ചേർക്കുന്ന ഇങ്ങനെ വെള്ളം ചേർക്കാം. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് തിളക്കാൻ അനുവദിക്കണം. ഇത്രയൊന്നും കൊഴുപ്പ് വേണ്ട കേട്ടോ. ഈ ഡാലൊരു വെള്ളം ആയിട്ടുള്ള കറി ആയിരിക്കണം. ഇവിടെ കത്തിക്കണം അടുപ്പ്. അടിപൊളി മണം വരുന്നുണ്ട്. ഇതൊക്കെ ലക്കിൽ സംഭവിക്കുന്ന കാര്യമാണ്. എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ എനിക്ക് തന്നെ അറിയില്ല എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ ഡാലിങ്ങനെ ഉണ്ടാക്കിയിട്ട് വെള്ളമായിട്ട് വന്നു കണ്ടോ, ഇങ്ങനെ വെള്ളം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ ഈ തിളപ്പിക്കും? ഇത് തിളക്കണം. നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് കുറേ വെള്ളം ഒഴിച്ചല്ലോ, അതുകൊണ്ട് അത് അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ ഇതിനകത്തേക്ക് വാരി ഇടാൻ പറ്റുന്നുള്ളത് നോക്കണം. ഇതൊക്കെ വാരി വിതറാം എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഇതുണ്ട്, ഇതാണ് എന്ത്, മല്ലിച്ചപ്പ്. അപ്പോൾ നമ്മൾ മല്ലിച്ചപ്പ് മുറിച്ചിട്ട് എങ്ങനെ അറിയാം, കത്രിക എടുത്തിട്ട് ഇങ്ങനെയും ഇങ്ങനെയും. ചപ്പ് മുറിക്കാൻ അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കത്തീൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നമ്മളിതാ ഇങ്ങനെയാണ്. ഇതെനിക്കറിയില്ല കേട്ടോ. അതിലേക്ക് വീഴുന്നാണെന്നുണ്ടോ? അങ്ങനെ നമ്മൾ
മല്ലിയിലൊക്കെ ഒരിക്കലും ക്ഷാമം വരുത്തരുത്. ലേശം ചില ആൾക്കാരൊക്കെ 2 തണ്ടൊക്കെ ഇടുന്നതാണ്. അങ്ങനെയൊന്നുമല്ല, മല്ലിയില ഇഷ്ടം പോലെ വാരി വിതറണം. അപ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. മല്ലിയില ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പിന്നെ ഇത് ചേർക്കാതിരിക്കാം. ചേർത്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ ഒരു മണം വരില്ല കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ കുറച്ച് നേരം ഇതോടെ തിളച്ചോട്ടെ കേട്ടോ. അത്ര നേരത്തേക്ക് നമുക്ക് ലേശം ഇതിന് വീഡിയോക്കിനൊരു റെസ്റ്റ് കൊടുക്കാം. ഓക്കെ. അമ്മേ, അവിടെ വണ്ടി കഴുകുന്ന ഞങ്ങൾ കുറച്ച് നോക്കിയിട്ട് വന്നു. മഹോത്സവം 2 ചെക്കന്മാരും കൂടെ തിളയ്ക്കുന്നവരെ ആയോ എന്തെങ്കിലും? ഇത് തിളച്ചു, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തുള്ളി തിളച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടോ ലുക്ക്? ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് ഓഫാക്കുന്ന കുറച്ചും കൂടി ഇത് ഇടാവും. ഓക്കെ. ഇത് ലേശം നെയ്യ്, കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ അതിനൊരു മണത്തിന് വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ചു. കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ഭയങ്കര ഇനി നമ്മൾ ഇതിങ്ങനെ കയ്യിൽ പുറത്തേക്ക് വെക്കുക. ഇതെടുത്തിട്ട് ഇതിനെ അടച്ചു. സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ അടച്ചു വെച്ചു. പിന്നെ ഇത് ക്യാരറ്റ്, നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ക്യാരറ്റ്. അത് നല്ല അടിപൊളി ക്യാരറ്റാണ്, നല്ല ടേസ്റ്റുള്ളത് നല്ല ക്യാരറ്റ്. ഇങ്ങനെ വലക്കുള്ളിൽ കുടുങ്ങിയിട്ടാണ് വരുന്നത്. ഈ 2 ക്യാരറ്റും ഈ 2 കാക്കടിയും ഇത് രണ്ടും കൂടി സാലഡ് ഉണ്ടാക്കണം. അപ്പോൾ അത് പിന്നെ വെളുപ്പിക്കുന്നു. നമ്മൾ പപ്പടം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് പപ്പടം. ഇവിടെ കണ്ടോ വിവിധ കളറുകളിൽ കണ്ട പപ്പടം. ഇത് വലിയ പപ്പടം മുറിച്ച് കഷ്ണമാക്കിയിട്ട് റാഗിയുടെ പപ്പടവും അരിയുടെ പപ്പടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് നമ്മളുടെ നെയ്ച്ചോറ് വെച്ച് വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഇന്നത്തെ ഇത്. ഈ സാലഡ് നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ. ഞാൻ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് പോവുകയായി. ഓക്കെ, അത്രയേ ഉള്ളൂ.